Hello everyone, welcome to Timeline Conversation. ഇന്നലെ നടന്ന അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിനെ കുറിച്ചിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? 30 സെക്കൻഡ്സിന്റെ ടേക്ക് ഓഫിന് ശേഷം 30 സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ എങ്ങനെ അത് ക്രാഷ് ആയി? ഇതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിൽ 6.5 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന മുഹമ്മദ് ഫഹദാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു ടൈംലൈൻ കോൺവെർസേഷൻ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എവരിവൺ. ഗുഡ് മോർണിംഗ്. സോ വല്ലാത്തൊരു ട്രാജിക് ഇൻസിഡന്റ് ആണ് ഇന്നലെ നടന്നത്. ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്ത പാടന്നെ അഹമ്മദാബാദിൽ ഇങ്ങനെ വിമാന അപകടം സംഭവിച്ചു. സോ ഇതിന്റെ ഒരു മേജർ റീസൺ എന്തായിരിക്കും? ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ എന്താണ് സൂചിപ്പിക്കുന്നത് സർ? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ നമുക്ക് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ബ്ലാക്ക് ബോക്സ് വീണ്ടെടുക്കാതെ നമുക്ക് അതിലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. ഇപ്പോൾ AIIB, NTSB പോലുള്ള ഏജൻസികൾ നമുക്ക് DGCAയുടെ പിന്നെ ബോയിങ് കമ്പനി US ആയതുകൊണ്ട് തന്നെ NTSB ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. സോ സ്വാഭാവികമായിട്ടും അവര് ഇപ്പോൾ ഒരു മേജർ കേസ്, ഇത്രയും വലിയൊരു അപകടം 1996 ചക്രധാത്രി അപകടം ഉണ്ടായതിനു ശേഷം ഏറ്റവും വലിയൊരു അപകടമാണ്. സോ അതിനുശേഷം വരുന്ന ഏറ്റവും വലിയ അപകടം ആയതുകൊണ്ട് തന്നെ മേ ബി വിത്തിൻ എ വീക്ക് അവർ ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനും പിന്നെ ഇതിന്റെ പ്രൊസീജിയർ പബ്ലിക്കിലേക്ക് ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് എത്താൻ മേ ബി ഒരു കുറച്ചും കൂടെ ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഒരു എമർജൻസി രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 2 to 3 ഡേയ്സിൽ റിപ്പോർട്ട് അവർക്ക് കിട്ടും, ഈ ഏജൻസികൾക്ക് റിപ്പോർട്ട് കിട്ടാം. പിന്നെ അവരതിന്റെ അനലൈസേഷൻ, പിന്നെ ഹിസ്റ്ററി, എയർക്രാഫ്റ്റിന്റെ പ്രീവിയസ് ഹിസ്റ്ററി, എക്യുപ്മെന്റ്സിന്റെ ഹിസ്റ്ററി, ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിന്റെ ഒരു ഫുൾ കോഴ്സ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് മീഡിയയ്ക്കാണെങ്കിലും പബ്ലിക്കിനാണെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ. അതിൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമേ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യാനും ചാൻസ് ഉള്ളൂ. പിന്നെ നമുക്ക് ബോയിങ്ങിന്റെ കേസ് ഇപ്പൊ ഇന്നലെ ആക്സിഡന്റ് നടന്ന 787 ഡ്രീം ലൈനർ കാറ്റഗറിയിൽപ്പെട്ട 8 സീരീസിൽപ്പെട്ട എയർക്രാഫ്റ്റ് ആണ്. സോ അതിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ അത് റിലയബിൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ്. ഇപ്പം തന്നെ എയർ ഇന്ത്യയുടെ കയ്യിലുള്ള എയർക്രാഫ്റ്റിന് ഒരു 12 ഇയേഴ്സോളം പഴക്കമുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. പിന്നെ അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ് റൂട്ടുകളിൽ നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. അതിന്റെ ഒരു 50% ഓഫ് പാർട്സ് നമുക്ക് കോമ്പോസിറ്റിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അതിന്റെ മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ എഫിഷ്യൻസി, ഫ്യൂൽ എഫിഷ്യൻസി നമുക്കത് കൂട്ടാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് വസ്തുത നിലനിൽക്കെ തന്നെ ബോയിങ്ങിന്റെ തന്നെ എഞ്ചിനീയേഴ്സ്, ടെക്നീഷ്യന്മാരായിട്ടുള്ള ആളുകൾ ഇതിനു മുമ്പ് ഈ ബോയിങ്ങിന്റെ 787 മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചേഴ്സിലും കൺട്രോൾ സർഫസുകളിലും ഉണ്ടായ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനിയായിരുന്നു ഒരു ജോൺ ബാർണറ്റ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു ബോയിങ്ങിന്റെ. അദ്ദേഹം തന്നെ ഇതിന് ബോയിങ്ങിന്റെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങളും അതേപോലെ കേസ് ഫയലുകളും മറ്റും മുന്നോട്ട് വെച്ചിരുന്ന ഒരാളാണ്. അപ്പം ആ ഒരു കേസ് ഇങ്ങനെ നിലനിൽക്കുക, നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട. നമ്മൾ ഈ എയർ ഇന്ത്യയുടെ ക്രാഷിനെ പറ്റി സംവദിക്കുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഉച്ചയ്ക്ക് 1:38 ടേക്ക് ഓഫ് ആയ എയർക്രാഫ്റ്റ് 1:40 ക്രാഷ് ലാൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിലുള്ള ഫെയിലിയർ ആണ് നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്ന ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഡിഫക്റ്റിലേക്ക് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിക്കലും ഇത് തന്നെയാണ് കാരണം എന്ന് നമുക്ക് തർപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇതിനകത്ത് ടേക്ക് ഓഫിന് ശേഷം എയർക്രാഫ്റ്റിന്റെ ലാൻഡിംഗ് ഗിയർ അപ്പായിട്ടില്ല. അതുപോലെ ഫ്ലാപ്പ് എന്ന് പറയുന്ന കൺട്രോൾ സർഫസ് ഉണ്ട്. മെയിനായിട്ട് എയർക്രാഫ്റ്റുകളിൽ പ്രൈമറി കൺട്രോൾ സർഫസുകളിൽ പെട്ടതാണ് ഈ 3 ഐറ്റംസ് ആണുള്ളത്. പ്രൈമറി കൺട്രോളിലേക്ക് എലിവേറ്റർ, എലിറോൺ, റഡർ എന്ന് പറയുന്ന 3 കൺട്രോൾ സർഫസുകളുണ്ട്. അതിന്റെ മൂവ്മെന്റും അതുപോലെ തന്നെ മെയിൻ ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കൺട്രോൾ സർഫസ് ആണ് ഫ്ലാപ്സ്. അപ്പോൾ ഫ്ലാപ്സ് ലാൻഡിങ്, ടേക്ക് ഓഫ് പോലുള്ള സമയത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സർഫസ് ആണ്.
അപ്പോൾ അതിലെ ഈ ഫ്ലാപ്പ് നമുക്ക് ആ വീഡിയോസിലൊക്കെ ദൃശ്യമാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാപ്പിന്റെ മൂവ്മെന്റ്സ് അതിൽ ഒട്ടും വ്യക്തമാകുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പം ഇതില് മെയിനായിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം എയർക്രാഫ്റ്റിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉണ്ടായേക്കാവുന്ന തകരാറാണ്. ഓക്കെ. ടേക്ക് ഓഫിന് ശേഷം ഹൈഡ്രോളിക് സിസ്റ്റത്തിലേക്ക് വന്ന തകരാറ് മൂലം ഫ്ലാപ്പുകളോ എലിവേറ്ററുകളോ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തില്ല എന്നതിലേക്ക് ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എയർക്രാഫ്റ്റിന് സാധിച്ചില്ല എന്ന് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാക്കാൻ പറ്റുന്നു. പിന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഇപ്പം തന്നെ ജി ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് കമ്പനിയുണ്ട്. അത് എഞ്ചിൻ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവരും ഈ അന്വേഷണത്തിൽ ഇൻവോൾവഡ് ആയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻവോൾവഡ് ആകാനുള്ള കാരണം എയർക്രാഫ്റ്റ് ടേക്ക് ഓഫിന്റെ സമയത്ത് വേണ്ട രീതിയിൽ എയർക്രാഫ്റ്റിന്റെ എഞ്ചിനുകൾ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു കേസും ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം നമുക്കത് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും രണ്ട് എഞ്ചിനും ഒരേ സമയത്ത് ഇൻഫ്ലൈറ്റ് ഷട്ട് ഡൗൺ ആകാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ ഈ എയർക്രാഫ്റ്റ് ബോയിങ് 787 ഡ്രീം ലൈനറിൽ FSCCU പിന്നെ അതേപോലെ ഫെഡക്ക് പോലുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്. അതാണ് മെയിനായിട്ട് ഈ ടേക്ക് ഓഫ് കോൺഫിഗറേഷനും മറ്റും സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചത് മൂലവും ഇങ്ങനെ സംഭവിക്കാം. ഈ രണ്ട് മെയിൻ കേസുകളായിരിക്കാം ഈ ആക്സിഡന്റിന് സാധിച്ചേക്കുന്ന മെയിൻ കാരണം. പിന്നീട് പല ചർച്ചകളിലും ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലാപ്പ് ലിവർ അതേപോലെ ലാൻഡിംഗ് ഗിയർ ലിവറും ഫ്ലാപ്പ് ലിവറും പൈലറ്റുമാർക്ക് മാറിപ്പോയതാകാം എന്നുള്ളൊരു വിശകലനം അവർ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റന് ഒരിക്കലും ഫ്ലാപ്പ് ലിവർ പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്റ്റന്റെ അതെ ഒരിക്കലും ഈ 2000 ഹവേഴ്സിന് മുകളിൽ പറത്തിയിട്ടുള്ള ക്യാപ്റ്റനും അറൌണ്ട് 2000 ഹവേഴ്സ് പറത്തിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഓഫീസറുമാണ്. മാത്രമല്ല അവർ ഓരോ ടേക്ക് ഓഫിനും ഓരോ ലാൻഡിങ്ങിന് മുമ്പ് നമുക്ക് ചെക്ക് ലിസ്റ്റ് തരുന്നുണ്ട്, എയർക്രാഫ്റ്റിന്റെ ചെക്ക് ലിസ്റ്റ്. ഈവൻ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും എയർക്രാഫ്റ്റിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചെക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ചെക്ക് ലിസ്റ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ടേക്ക് ഓഫിന് മുമ്പ് തന്നെ അവർ ആ ചെക്ക് ലിസ്റ്റ് അതൊക്കെ നമുക്ക് കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്ന് കിട്ടും. ഈ ബ്ലാക്ക് ബോക്സ് നമുക്ക് ഫെച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, എയർക്രാഫ്റ്റിന്റെ പാരാമീറ്റേഴ്സ്, എത്ര പാരാമീറ്റേഴ്സ് ആണ് സെറ്റ് ചെയ്തിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബ്ലാക്ക് ബോക്സിൽ നിന്ന് വീണ്ടെടുക്കാൻ പറ്റും. അപ്പൊ അവരെന്തായാലും ചെക്ക് ലിസ്റ്റ് വായിച്ചിട്ടുണ്ടാവും. ഈവൻ ഫസ്റ്റ് ഓഫ് ഓൾ മേ ബി ഡിപ്പെൻഡ്സ് ഓൺ ദ എയർലൈൻ. ക്യാപ്റ്റൻ ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫീസർ ചെക്ക് ലിസ്റ്റ് വായിക്കും. അപ്പോൾ അവര് ഫ്ലാപ്പ് എത്ര ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്യുന്നത്, അപ്പോൾ 5 ഡിഗ്രി അല്ലെങ്കിൽ 1 ഡിഗ്രി അത് സെറ്റ് ചെയ്തതിന് ശേഷം ഓരോന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ടേക്ക് ഓഫ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ടേക്ക് ഓഫ് ഓൾസോ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അത് ഓരോന്ന് നമുക്ക് ഫ്ലാപ്പ് ലിവർ അപ്പ് ചെയ്യുന്നതിനെ പറ്റി, ഫ്ലാപ്പിന്റെ പൊസിഷൻ എല്ലാവരും. അപ്പൊ ഈ സാർ പറഞ്ഞോ ഇപ്പം ഈ ടേക്ക് ഓഫ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഓൾറെഡി എന്തായാലും ടേക്ക് ഓഫ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ ഒരു 30 സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ ക്രാഷ് ആവണമെങ്കിൽ ടേക്ക് ഓഫിന്റെ സമയത്ത് അറിഞ്ഞിട്ടുണ്ടാവോ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാൻ പാടുണ്ടാവും? എന്തായിരിക്കും നമുക്ക് ഒരു തകർന്നു വീണതിന്റെ ഒരു സാങ്കേതിക ഒരു ഇതെന്തായിരിക്കും? 30 സെക്കൻഡ് കൊണ്ട് തകർന്നു വീണെങ്കിലുള്ളൊരു ഇപ്പൊ അതിൽ 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീഡിയോയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ റൺവേ യൂസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ഏറ്റവും അറ്റത്ത് തന്നെ നമ്മൾ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ധാരാളം പൊടിപടലങ്ങൾ എയറിലേക്ക് തെറിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ സിംഗിൾ റൺവേ ആണെങ്കിൽ പോലും അത് യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ഉള്ള റൺവേ ആണ്. അപ്പോൾ അവിടെ അത്രമാത്രം പൊടിപടലങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ തന്നെയും ഒരു എയർക്രാഫ്റ്റിന്റെ റൺവേയുടെ അറ്റത്ത് പോയുള്ള ഒരു ടേക്ക് ഓഫ് ആയിട്ട് നമുക്കത് കണക്ക് കൂട്ടാം. അതായിരിക്കാം ഏറ്റവും കൂടുതൽ അവിടെ ഒരു പൊടിപടലങ്ങൾ ഉണ്ടായത്. നോർമലി പൊടിപടലങ്ങൾ ഉണ്ടാകും, പക്ഷെ അത്രമാത്രം ഒരു പൊടിപടലങ്ങൾ ഉണ്ടായത് എൻഡ് കോർണറിൽ പോയുള്ള ഒരു ടേക്ക് ഓഫിന് അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ ടേക്ക് ഓഫിന് ശേഷം ഈ പറഞ്ഞതുപോലെ കോൺഫിഗറേഷൻ അവർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്തതിനു ശേഷം ചെക്ക് ലിസ്റ്റും കഴിഞ്ഞാണ്. മേ ബി ആ ഫ്ലാപ്പ് സെറ്റ് ചെയ്തതിനകത്ത് ഫ്ലാപ്പ് വേണ്ട രീതിയിൽ റിട്രാക്ട് ആയില്ല എന്നാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ആ റിട്രാക്ട് ആയിട്ടില്ലെങ്കിൽ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള പവർ ഉണ്ടെങ്കിൽ പോലും ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എയർക്രാഫ്റ്റിൽ ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ കുറച്ച് മുന്നോട്ട് നീങ്ങി എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന മീൻസ് ക്രാഷ് ലാൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഈ ഫ്ലാപ്പിന്റെ ഓപ്പറേഷൻ അത് എന്തുകൊണ്ടത് ഫുൾ ലെങ്തിൽ ആയില്ല, അത് ക്യാപ്റ്റനോ ഫസ്റ്റ് ഓഫീസറോ
ഈ പറഞ്ഞോട്ട് ബോധപൂർവ്വം ഒരിക്കലും അത് വിട്ടുപോകാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും ചെക്ക് ലിസ്റ്റ് വഴി ഫോളോ ചെയ്യുന്നത്. ഒരിക്കലും ഒരു സിംഗിൾ പൈലറ്റ് ആണെങ്കിൽ പോലും ചെക്ക് ലിസ്റ്റ് യൂസ് മസ്റ്റാണ്. അപ്പം ഒരിക്കലും അവരുടെ ക്യാപ്റ്റന്റെ പിഴവാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ ലിവറുകൾ മാറിപ്പോകാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ഇങ്ങനെ ബോധപൂർവം സംഭവിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഇതിൽ സിസ്റ്റമാറ്റിക് ഉണ്ടായ പ്രശ്നമാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫ്ലാപ്പിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടാണ്. പൈലറ്റ് ഈ മേഡേ കോൾ നൽകിയതിനു ശേഷം ഈ എയർ ട്രാഫിക് കൺട്രോളുമായി എന്തുകൊണ്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടത്? ഇതൊക്കെ നമുക്ക് ഈ മേഡേ കോളിലേക്ക് ക്യാപ്റ്റൻ പോകുന്നത് അവരുടെ മാക്സിമം അവർ ട്രൈ ചെയ്ത് വീണ്ടെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഇൻ കേസ് ഇത് എയർക്രാഫ്റ്റ് ക്രാഷ് ആകും എന്നുള്ള സിറ്റുവേഷനിലാണ് മേഡേ കോൾ അവർ നോർമലി പറയാറ്. മാത്രമല്ല പ്രൊസീജിയർ അനുസരിച്ച്, ഏവിയേഷനിലെ പ്രൊസീജിയർ അനുസരിച്ച് മേഡേ കോൾ 3 തവണ ആണ് എമർജൻസിക്ക് അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. മേഡേ 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 എന്ന് 3 തവണയാണ് അവർ കോൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാപ്റ്റൻ കോൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്തു എന്നാണ്. കാരണം അവർ ടേക്ക് ഓഫ് ചെയ്ത് എയർക്രാഫ്റ്റിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് കൺഫേം ആയതിനു ശേഷമാണ് അവർ മേഡേ കോൾ വിളിച്ചിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അവര് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പേ അവർ എയർക്രാഫ്റ്റ് ATC ആയിട്ട് എമർജൻസി കണ്ടീഷൻ അത് എന്താണെന്ന് പറയുന്നതിന് മുമ്പേ എയർക്രാഫ്റ്റ് ക്രാഷ് ആയിട്ടുണ്ട്. അത്ര സെക്കൻഡ്സ് ഓഫ് ടൈമിൽ എയർക്രാഫ്റ്റ് ക്രാഷ് ആയി. കാരണം ഈ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ഒരു ഫ്ലൈയിങ് പാത്തിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള 2 കണ്ടീഷനാണ് ടേക്ക് ഓഫും ലാൻഡിങ്. ഇൻ കേസ് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഹൈഡ്രോളിക്കിന്റെയോ ഫ്ലാപ്പിന്റെയോ പ്രശ്നം ഇൻ ഫ്ലൈറ്റിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംഭവിച്ചതെങ്കിൽ വി ഹാവ് അതർ ഓപ്പർച്യൂണിറ്റീസ്. മീൻസ് നമുക്കത് തിരുത്താനും ഈവൻ ദ ലാൻഡിംഗ് ഗിയർ സ്റ്റക്ക് ആയാൽ പോലും നമുക്കത് താഴേക്ക് കൊണ്ടുവരാനുള്ള ലിവർ അടക്കം നമുക്ക് എയർക്രാഫ്റ്റ് സജ്ജമാണ്. ഒരുപാട് ബാക്കപ്പ് സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതുപോലുള്ള ക്രിട്ടിക്കൽ കണ്ടീഷൻസ്, ലാൻഡിംഗ് ടേക്ക് ഓഫ് കണ്ടീഷനുകളിൽ നമുക്കിതെല്ലാം ലിമിറ്റഡ് ആണ്. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് ടൈം. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമുക്കിവിടെ കാണുന്നത്. ഈ ഒരു ഫേസ് ടേക്ക് ഓഫിന്റെ ഒരു കണ്ടീഷനിലായതുകൊണ്ടാണ് നമുക്ക് യാതൊരുവിധ ബാക്കപ്പും ഉപയോഗിക്കാൻ പറ്റാതെ ഇത് ക്രാഷിലേക്ക് പോയത്. അതായത് ബോയിങ് 787 ഈ ഡ്രീം ലൈനറിന്റെ ആദ്യത്തെ മരണാനന്തര അപകടത്തിന്റെ ഒരു റീസൺസ് എന്തായിരിക്കും? ബിക്കോസ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം, റൈറ്റ്? അതെ, ബോയിങ്ങിന്റെ ചരിത്രത്തിൽ ഈ പറഞ്ഞ ഡ്രീം ലൈനർ എയർക്രാഫ്റ്റുകളുടെ ഒരു ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ആക്സിഡന്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇത് മുമ്പുള്ള എയർക്രാഫ്റ്റുകളിലാണെങ്കിലും മൈനർ ഇൻസിഡൻസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു മേജർ ഇൻസിഡൻസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ട് നമുക്ക് ഒരിക്കലും ബോയിങ് എന്ന് പറഞ്ഞൊരു കമ്പനി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കമ്പനിയാണ്. ബട്ട് റീസെന്റ് 737 എയർക്രാഫ്റ്റുകൾ, മാക്സ് എയർക്രാഫ്റ്റുകൾ, 737 മാക്സ് എയർക്രാഫ്റ്റുകളിൽ നമുക്ക് ഈ ബോയിങ്ങിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCAS സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം അവർ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി എഞ്ചിന്റെ വെയിറ്റിനെ അവർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റീസെന്റ് നോക്കിക്കഴിഞ്ഞാൽ റവാണ്ട എയർ, എത്യോപ്യൻ എയർലൈൻസിന്റെ എയർക്രാഫ്റ്റുകൾ ക്രാഷ് ആയതിന്റെ ഒരു കാരണം ഈ പറഞ്ഞ MCAS, അതായത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത്, ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കത് ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എഞ്ചിൻ വെയിറ്റും എയർക്രാഫ്റ്റിന്റെ ബാലൻസും നഷ്ടപ്പെട്ട് സ്റ്റാളായിട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നം ഈ പറഞ്ഞ എയർക്രാഫ്റ്റുകൾക്ക് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ആണ് 787 ഡ്രീം ലൈനർ എയർക്രാഫ്റ്റുകൾക്ക് ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നമുക്കൊരിക്കലും ഇതിനെ നമുക്ക് തീർത്തും ബോയിങ്ങിന്റെ ഒരു ഫോൾട്ടാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ തള്ളി മാറ്റാൻ പറ്റില്ല. കാരണം എയർക്രാഫ്റ്റ് ആക്ച്വലി ഒരു 10 to 11 ഇയേഴ്സ് ഇതാണ് പഴക്കമുള്ള എയർക്രാഫ്റ്റാണ്. എയർക്രാഫ്റ്റിനെ സംബന്ധിച്ച് നമ്മളിപ്പോ മറ്റുള്ള ഓട്ടോമൊബൈൽസിനെ പോലല്ല, പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസ് ഓൾറെഡി എല്ലാം സെറ്റ് ആയിട്ട് സർവീസ് ചെക്കുകളും ചെക്കുകളും മെയിൻ്റനൻസ് പേഴ്സൺസ് നടത്തുന്നുണ്ട്. എല്ലാ എയർലൈൻസിനും അത് ഷെഡ്യൂളാണ്. എവിടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്താലും എയർലൈൻസ് ഒരിക്കലും എയർക്രാഫ്റ്റിന്റെ മെയിൻ്റനൻസിൽ വിട്ടുവീഴ്ച ചെയ്തില്ല. കാരണം അത് ടോട്ടൽ ലോസുകൾ സംഭവിക്കുമെന്നുള്ളത് നല്ല ധാരണ എല്ലാ എയർലൈൻസിനും ഉണ്ട്. അപ്പൊ നമുക്കൊരിക്കലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു പക്ഷേ ഈ ഒരു കണ്ടീഷൻ വന്നിരിക്കുന്ന എയർക്രാഫ്റ്റിന്റെ ഒരു കാലപ്പഴക്കത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. കാലപ്പഴക്കത്തിനനുസരിച്ച് ഉള്ള സർവീസ് ചെക്കും ചെക്കുകളും ഒന്നും ഒരുപക്ഷെ അതിന് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു കണ്ടീഷനിലും വന്നേക്കാം. ഓക്കെ, ഐ അണ്ടർസ്റ്റുഡ്. ഈ ലാൻഡിംഗ് ഗിയർ ടേക്ക് ഓഫിന് ശേഷവും താഴ്ന്ന നിലയിൽ തുടരുന്നത് ഈ ഒരു ക്രാഷിന് കാരണമായോ? ഈ ലാൻഡിംഗ് ഗിയർ അപ്പാകാത്തതിന്റെ ഒരു കാരണം നമുക്ക് ഈ ഹൈഡ്രോളിക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും എയർക്രാഫ്റ്റിന്റെ ഈ ഹെവി എക്യുപ്മെന്റ്സ്, അതായത് ലാൻഡിംഗ് ഗിയർ,
അതേപോലെ വിങ്സിലുള്ള ഫ്ലാപ്പും സ്ലാറ്റും അങ്ങനെയുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും ഇത്രയും ഹെവി വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഹൈഡ്രോളിക് സിസ്റ്റമാണ്. എയർക്രാഫ്റ്റിന്റെ ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചെറിയൊരു ഫോഴ്സിനെ അത് വലിയൊരു ഫോഴ്സ് ആക്കി അത് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് വേണേൽ പറയാം. അതിന് ഇലക്ട്രിക് മോട്ടോറുകൾ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ മോഡേൺ പണ്ടത്തെ എയർക്രാഫ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരു മോസ്റ്റ് മോഡേൺ എയർക്രാഫ്റ്റ് ആണ്. ഇതിന് ഇലക്ട്രിക് മോട്ടോറുകളാണ് ഇതിനെ സഹായിക്കുന്നത്, ഇതിന്റെ ആക്ച്വേറ്റേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം. അപ്പോൾ ആ ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്ന ഫെയിലിയർ കാണാം ഒരു പക്ഷേ ലാൻഡിംഗ് ഗിയർ മോഡിലേക്ക് അപ്പാകാനുള്ളൊരു പൊസിഷനിലേക്ക് വരാനുള്ള ഇതുണ്ടായിട്ടില്ല. ഈ ഒരു ലാൻഡിംഗ് ഗിയർ ഫെയിലിയർ ഉണ്ടാകാനുള്ള ഒരു കാര്യം ഹൈഡ്രോളിക്കുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെയും കൺക്ലൂഷനിലേക്ക് ഓടിയെത്താൻ പറ്റുന്ന നമ്മളെല്ലാ ഈ ഒരു പോയിന്റ്സിനെയും ചൂണ്ടി ചെയ്യുന്നത് ഈ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലിയർ ആണ്. അല്ലാതെ ഈ ഒരു എഞ്ചിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു ബേർഡ് വന്ന് മുട്ടിയതോ അങ്ങനെ ഒന്നും ആവാനുള്ള ഒരു ചാൻസും ഇല്ല അല്ലേ, അപകടത്തിന് കാരണമാവാൻ ഉള്ള ഹൈഡ്രോളിക്കിന്റെ ഇത്? നമുക്കൊരു എഞ്ചിൻ ടോട്ടൽ സ്റ്റാൾ ആകാനും വേണ്ടിയിട്ടുള്ള ഒരു ബേഡ് ഹിറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരൊറ്റ ബേഡ് വിചാരിച്ചാൽ എയർക്രാഫ്റ്റ് ക്രാഷ് ആക്കാൻ പറ്റുമോ എന്നുള്ള പണ്ട് മുതലേ ഇങ്ങനെ പറയാം, ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ആക്കാൻ ഒരു ബേഡ് വിചാരിച്ചു. പക്ഷെ ഇത്രയും പവർഫുൾ ആയ ഒരു എഞ്ചിനിലേക്ക് ഒരു ബേഡ് വന്ന് കയറി കഴിഞ്ഞാൽ ബേഡ് നിഷ്പക്ഷമായി ചിതറി മാറും. പക്ഷെ ഒരിക്കലും ഒരു എഞ്ചിൻ ഒരു എയർക്രാഫ്റ്റ് ഇന്നലെ നടന്നതുപോലെ ഒരു ഇൻസിഡന്റിലേക്ക് ഒരിക്കലും അത് വഴി തെളിയിക്കത്തില്ല. മാത്രമല്ല ഒരു കൂട്ടത്തോടെ ഒരു ബേഡ് വന്ന് ഇടിച്ചാൽ പോലും ഇത് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റിന് അത്രമാത്രം ഒരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അവർ എമർജൻസി ലാൻഡ് ചെയ്യും, ഉറപ്പായിട്ടും എമർജൻസി ലാൻഡ് ചെയ്യും. പിന്നെ ഈ ഒരു കണ്ടീഷനിൽ അത്രയും ഫ്യൂവൽ ഏകദേശം 9 മണിക്കൂറോളം ടേക്ക് ഓഫ് ചെയ്ത് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ഫ്യൂവൽ വഹിച്ചുകൊണ്ട് പോയ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്നുണ്ടാകുന്ന ഇമ്പാക്ട് വളരെ കൂടുതലായിരിക്കും. കാരണം അത്രമാത്രം ഫ്യൂവൽ കപ്പാസിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തീഗോളം ഒക്കെ നമ്മുടെ ഈ ഇഞ്ചുറീസ് കൂട്ടാനും മരണം കൂട്ടാനും ഒക്കെ ഒരു കാരണമായി. അതാണ് ഇപ്പൊ റെസിഡൻഷ്യൽ ഏരിയയിലാണല്ലോ അത് ക്രാഷ് ആയത്. അപ്പം അത് ആ ഒരു റീസൺ കൊണ്ടായിരിക്കോ ഇത്രയൊരു മരണസംഖ്യ കൂടാനുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് മറ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിലായതുകൊണ്ട് ഒരു പക്ഷേ മരണനിരക്ക് കുറഞ്ഞു. അതിന്റെ തൊട്ട് മുമ്പുള്ള എയർപോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഏരിയയിലുണ്ട്, അവിടെ അത് ക്രാഷ് ആയിരുന്നെങ്കിൽ ഈ മരണനിരക്ക് ഇനിയും കൂടിയാണ്. ഈ മരണനിരക്കിൽ കുറച്ചും കൂടെ ഇതുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എയർപോർട്ടിന്റെ പരിസരത്ത് നമുക്ക് വലിയ ബിൽഡിങ്ങുകൾ അലൗഡ് അല്ല. ഒരു പരിധിയിൽ നിശ്ചയിച്ചിട്ടുണ്ട്, DGCA നിശ്ചയിച്ചിട്ടുള്ള ഒരു പരിധിയിൽ കൂടുതലുള്ള ബിൽഡിങ്ങിന്റെ ഹൈറ്റുകൾ അവിടെ അലൗഡ് അല്ല. ആ ഒരു പ്രമിസസിൽ വരുന്നല്ലേ? യെസ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഒരു ബിൽഡിങ്ങിലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇത് ആ ഒരു കമ്മ്യൂണിറ്റി ഏരിയയിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ മരണനിരക്ക് കുറച്ച് കുറഞ്ഞു. കൂടുതൽ ആൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഫ്യൂവൽ വഹിച്ചുകൊണ്ട് വരുന്നൊരു എയർക്രാഫ്റ്റ് ക്രാഷ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഫയർ ആക്സിഡന്റ് കുറച്ചും കൂടെ വലുതായിരിക്കും. ഈ പറയുന്ന FDR, അതായത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, പിന്നെ ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ഇത് രണ്ടും ഒരു വിശകലനം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു ടൈം ലൈൻ എന്തായിരിക്കും കിട്ടുക? അത് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു എമർജൻസി കണ്ടീഷൻ നമുക്ക് മുന്നിൽ നിർത്തി എയർക്രാഫ്റ്റിന്റെ ഈ FDR ബ്ലാക്ക് ബോക്സ് കിട്ടിക്കഴിഞ്ഞ് ഏകദേശം ഒരു 2 to 3 ഡേയ്സിൽ നമുക്ക് അതിന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന രീതിയിൽ കിട്ടും. പക്ഷെ അത് ഫുള്ളി അനലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും മേ ബി അവർ ഇനിയും അതിന്റെ ടൈം കൂട്ടാം. നമുക്കൊരു 2 to 3 വീക്സ് ഒക്കെ അത് പോയേക്കാം. അത് നമ്മൾ കിട്ടുന്ന അതേ ഫോർമാറ്റ് നമുക്കൊരു കേൾക്കുന്ന ഒരു ഫോർമാറ്റിലേക്ക് അല്ല ഇതിന്റെ ഫീഡ്ബാക്ക് നമുക്ക് അതിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളും ATCയുമായിട്ടുള്ള സംഭാഷണങ്ങളും മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എയർക്രാഫ്റ്റിന്റെ പാരാമീറ്റേഴ്സിന്റെ ലെവല്, എത്ര സ്പീഡ്, എത്ര എഞ്ചിന്റെ പാരാമീറ്റേഴ്സും മറ്റു എല്ലാ ഇതിനകത്തും ഓൾറെഡി FDRൽ റെക്കോർഡഡ് ആയിരിക്കും. അപ്പം എക്യുപ്മെന്റ്സിന്റെ ആണോ അതോ ഹ്യൂമൻ എറർ ആണോ എന്നുള്ളത് നമുക്ക് ഇതിന്റെ ഫെച്ച് ചെയ്ത ഡീറ്റെയിൽസിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ബോയിങ്ങിന്റെ ആയതുകൊണ്ട് തന്നെ US-ന്റെ ഇത് ഏജൻസികളും പിന്നെ ഇന്ത്യൻ ഏജൻസികളും ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. അതുകൊണ്ടാണോ ബോയിങ്ങിന്റെ ആയതുകൊണ്ടാണോ US UK എന്നുള്ള ആളുകളൊക്കെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഇൻവോൾവ് ആയി? ഇപ്പോ NSTB അല്ലെങ്കിൽ NTSB എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. അപ്പോൾ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ ഓഫ് US ആണ്. അത് US ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ക്രാഷസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഏജൻസിയുടെ ഇൻവോൾവ്മെന്റ് എല്ലാ ക്രാഷസിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് ഈ പറഞ്ഞോട്ട് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റിയുടെ US ബേസ്ഡ് ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇന്ത്യയിലൊക്കെ ആവുമ്പോൾ AAIB എന്ന് പറയുന്ന
ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുണ്ട്, DGCA ഒക്കെ. അവരാണ് നമുക്ക് ഇപ്പം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്നാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ അവരാണ് കൂടുതലും ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആവുന്നത്. പിന്നെ UK റെസിഡൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ആക്സിഡന്റിൽ ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ പങ്കാളിത്തവും ഇതിനകത്തുണ്ട്. അപ്പൊ അവര് ഓരോരുത്തർക്കും വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണെങ്കിൽ പോലും ഇതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വോയിസ്, ഈ പറഞ്ഞ ബ്ലാക്ക് ബോക്സ്, FDR, വോയിസ് റെക്കോർഡ്, ഇതെല്ലാം ഓരോ ഏജൻസിക്കും നമ്മൾ കൈമാറുന്നതാണ്. So, according to you, what safety improvements should be implemented in the Indian aviation sector based on this tragedy happened last year? നമുക്ക് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞല്ലോ, ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ. ഈ നമ്മൾ ശരാശരി ഇന്ത്യൻ ഏവിയേഷനിൽ ഒരു എയർക്രാഫ്റ്റിന്റെ ഏജ് ഡിസൈഡ് ചെയ്യുന്നത് 6 to 7 years ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം എൻ്റെ ഒരു പൊതുവെ അങ്ങനെയുള്ള കമ്പനികളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ എയർക്രാഫ്റ്റും ലീസിന് എടുത്തിട്ടുള്ള ഇതാണ്. അപ്പം ഓൾറെഡി അതിന്റെ മെയിൻ്റനൻസ് ചെയ്യാൻ ഇപ്പം ചെറിയ കമ്പനികളാണെങ്കിൽ വലിയ കമ്പനികൾക്ക് ഈ സബ് കോൺട്രാക്ട് പോലെ കൊടുക്കും മെയിൻ്റനൻസിന് വേണ്ടി മാത്രം. കാരണം അത്രമാത്രം മെയിൻ്റനൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാ എയർലൈൻസും മെയിൻ്റനൻസിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈവൻ ദോ നമ്മൾ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് കഴിഞ്ഞ് ലാൻഡിങ്ങിന് ശേഷവും ഞങ്ങൾ ഇൻസ്പെക്ഷൻസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഹൈഡ്രോളിക് ലെവൽസ്, അതേപോലെ ഇപ്പൊ ക്യാബിനകത്താണെങ്കിൽ പോലും എമർജൻസി എക്യുപ്മെന്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഓരോ സീറ്റിനും ഇപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ ലൈഫ് റാഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ, ലൈഫ് വെസ്റ്റ് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ്. സത്യം പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ള ഒരു മീഡിയം എയർക്രാഫ്റ്റ് ആണ്. എയർക്രാഫ്റ്റിലാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ളത്. പക്ഷേ എയർക്രാഫ്റ്റ് പറക്കുന്നത് വിത്തൗട്ട് എനി സപ്പോർട്ട് എയറിൽ കൂടെ ആണെന്നുള്ളതാണ് ഈ പറഞ്ഞ പ്രശ്നം. നമുക്ക് കാറിനെക്കാട്ടിലും 100 മടങ്ങ് സേഫ്റ്റി ഉള്ള ഒരു വാഹനമാണ് എയർക്രാഫ്റ്റ്. അതിന്റെ ചെക്കിങ്ങും അതുപോലെ തന്നെ. ഇപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന കാര്യം പറയുന്നല്ലോ, ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇതേപോലത്തെ കാര്യങ്ങൾ കണ്ട് അല്ലെങ്കിൽ ഡാമേജസ് എനിത്തിങ്, എന്തെങ്കിലും ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അതോറിറ്റി എങ്ങനെയാണ് എടുക്കുന്നത്? തീർച്ചയായിട്ടും അതിന് നമുക്ക് 2 തരം മെയിൻ്റനൻസ് ഉണ്ട്. ഒന്ന് ലൈൻ മെയിൻ്റനൻസ്, ഒന്ന് ബേസ് മെയിൻ്റനൻസ്. ബേസ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഹെവി ആയിട്ടുള്ള വർക്കുകളെല്ലാം എയർക്രാഫ്റ്റിന്റെ ഹാങ്ങറിൽ കൊണ്ടുപോയി ചെയ്യുന്ന ബേസ് മെയിൻ്റനൻസുകളുണ്ട്. പിന്നെ ലൈൻ മെയിൻ്റനൻസ്. ലൈൻ മെയിൻ്റനൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം പീരീഡ്. അതായത് ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്നും ഹൈദരാബാദിലേക്ക് ഒരു ഫ്ലൈറ്റ് പറഞ്ഞു. കൊച്ചിയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അതിന് ഇൻസ്പെക്ഷൻസ് ഉണ്ട്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ ഇൻസ്പെക്ഷൻസും ഉണ്ട്. എഞ്ചിൻ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യും, എയർക്രാഫ്റ്റിന്റെ സർഫസ് എല്ലാം ചെക്ക് ചെയ്യും, കൺട്രോൾ കേബിൾ, ഈ കൺട്രോൾ സർഫസസ് എല്ലാം ചെക്ക് ചെയ്യും. ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ഡീറ്റെയിലും ചെക്ക് ചെയ്തതിന് ശേഷം എയർക്രാഫ്റ്റിന്റെ ഒരു PDF എന്ന് പറഞ്ഞ പൈലറ്റ് ഡിഫക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗ് ബുക്ക് ഉണ്ട് എയർക്രാഫ്റ്റിൽ. എയർക്രാഫ്റ്റ് പറത്തിയതിനു ശേഷം എയർക്രാഫ്റ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളതായിട്ട് ക്യാപ്റ്റന് തോന്നി, ക്യാപ്റ്റൻ അതിൽ നോട്ട് ചെയ്യും. അതായത് ഇത്ര ആൾട്ടിറ്റ്യൂഡിൽ പറക്കുമ്പോൾ ഇന്ന പ്രോബ്ലം നോട്ട് ചെയ്തിരുന്നു, അതല്ല ലാൻഡിങ്ങിന്റെ സമയത്താണെങ്കിൽ ഇന്ന പ്രോബ്ലം നോട്ട് ചെയ്തിരുന്നു എന്നുള്ളത് അവരത് നോട്ട് ചെയ്യും. അപ്പോൾ പൈലറ്റ് ഡിഫക്റ്റ് കോളത്തിൽ അവരത് ഫില്ല് ചെയ്തതിന് ശേഷം ലാൻഡിങ്ങിന് ശേഷം അത് എഞ്ചിനീയറിന് കൈമാറുകയാണ് ചെയ്യും. എഞ്ചിനീയർ അത് തറവ് ചെക്ക് ചെയ്യും. അതിനകത്ത് എയർക്രാഫ്റ്റിനെ പറ്റി ക്യാപ്റ്റൻ എഴുതിയേക്കുന്ന ഡിഫക്റ്റ് അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യും. അപ്പൊ ട്രബിൾ ഷൂട്ട് ചെയ്ത് അത് ഈ ടൈമിൽ പോകാൻ പറ്റുന്നതാണ്, അതല്ല ഈ കണ്ടീഷനിൽ ഇത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഉറപ്പായിട്ട് എയർക്രാഫ്റ്റ് ഓൺ ഗ്രൗണ്ട് എന്ന് പറയും, AOG എന്ന് പറയും. AOG ചെയ്യും. ആ AOG ചെയ്ത എയർക്രാഫ്റ്റ് പിന്നെ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പോകാൻ പറ്റൂ. മാത്രമല്ല ഇനിയിപ്പം ക്യാപ്റ്റൻ ഒരു ഫോൾട്ടും എഴുതിയിട്ടില്ല, ഈ എഞ്ചിനീയേഴ്സും ടെക്നീഷ്യന്മാരും വാക്ക് അറൗണ്ട് ഇൻസ്പെക്ഷൻ എന്ന് പറയും. വാക്ക് അറൗണ്ട് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, ഈവൻ ടയറിൽ ഒരു പാച്ച് വന്നാൽ പോലും അത് നമ്മൾ റിമൂവ് ചെയ്യണം. ആ ഒരു കണ്ടീഷനിൽ നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ എയർക്രാഫ്റ്റിലെ എല്ലാ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് ചെയ്യാറുണ്ട്. ഇൻസ്പെക്ഷൻ ചെയ്യാറ് നമുക്കത് വിടാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം റെക്കോർഡിക്കലാണ്. ഈവൻ ദോ നമ്മുടെ ഡ്യൂട്ടി ടൈം വരെ റെക്കോർഡിക്കലാണ്. 8 hours മുകളിൽ നമുക്ക് ഒരു കാരണവശാലും ഡ്യൂട്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ 1 hour നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം, ഒരു 2 hour നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അതിന് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ ഒരു ഫോം ഉണ്ട്, അത് DGCA ഫോമാണ്. ആ ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. കാരണം ഹ്യൂമൻ ഫാക്ടർ ഇവിടെ ഇൻവോൾവ്ഡ് ആണ്. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് പേഴ്സൺ ചെയ്യുന്ന ഇററുകൾക്ക് ഹ്യൂമൻ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ആണ്. ഒരുപാട് സ്ട്രെസ്സിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല.
ഈവൻ ക്യാപ്റ്റൻസിനാണെങ്കിലും എഞ്ചിനീയേഴ്സിനാണെങ്കിലും ഈ ഒരു ഹ്യൂമൻ ഫാക്ടർ ഇൻവോൾവഡ് ആണ്. അവർ വർക്ക് ചെയ്യുന്ന ടൈമും എല്ലാം റെക്കോർഡിക്കലി ചെക്ക് ചെയ്യുന്നുണ്ട്. വർക്കും റെക്കോർഡിക്കലാണ്. Okay. ഇപ്പോൾ ഈ ക്രാഷ് ആയ എയർക്രാഫ്റ്റിലാണെങ്കിലും ഇതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം റെക്കോർഡിക്കലാണ്. Okay. ഇതിന് മുമ്പുണ്ടായിരിക്കുന്ന ഡിഫക്റ്റ് ആണെങ്കിലും ഹൈഡ്രോളിക്കിലുള്ള ലീക്ക് ആണെങ്കിലും ഇത് റിലീസ് ചെയ്ത എഞ്ചിനീയറുടെ പേരും അവരുടെ ഓതറൈസേഷൻ നമ്പർ അടക്കം റെക്കോർഡിക്കലാണ്. Okay. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും ഏവിയേഷനിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഒരിക്കലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. Okay. മുമ്പ് ഇതുപോലെ എയർലൈൻസിൽ മെയിൻ്റനൻസിലുണ്ടായ ഒരു വിട്ടുവീഴ്ച അലോഹ ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. വിൻഷീൽഡ് ഇളകിപ്പോയി ക്യാപ്റ്റൻ വെളിയിലേക്ക് തെറിച്ചു പോയ ഒരു ആക്സിഡന്റിനെ പറ്റി മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഇതേപോലെ മെയിൻ്റനൻസിലുണ്ടായ ഒരു എററാണ്. അതേപോലെ ഓരോ അപകടങ്ങളിൽ നിന്നും പാഠം പഠിക്കുന്ന പോലെ ഒരിക്കലും എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ ഒരു എയർലൈനും വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഈ ബോയിങ് 787 ഡ്രീം ലൈനർ അതിന്റെ സേഫ്റ്റി ഇഷ്യൂസിനെ കുറിച്ചിട്ട് ഒരുപാട് അലിഗേഷൻസ് ഉണ്ടോ കറന്റ്ലി അതിനെതിരെ? ഫസ്റ്റ് ഓഫ് ഓൾ 787 എയർക്രാഫ്റ്റ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നില്ല. അത് 50% കോമ്പോസിറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് മോസ്റ്റ് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് എയർക്രാഫ്റ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഒരു എയർക്രാഫ്റ്റ് നമ്മൾ സർവീസിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് സേഫ്റ്റി ചെക്കുകൾ അതിന്റെ പിറകിലുണ്ടായിരുന്നു. നമുക്ക് ഈ ഒറ്റയടിക്ക് ഒരിക്കലും ഒരു എയർക്രാഫ്റ്റിന് ടൈപ്പ് സർട്ടിഫിക്കറ്റ് ഒരു അതോറിറ്റിയും ഇഷ്യൂ ചെയ്തില്ല. ഇപ്പോൾ ബോയിങ്ങിന്റെ ആണെങ്കിൽ പോലും FAAയുടെ കയ്യിൽ നിന്നും ഒരുപാട് ടൈപ്പ് സർട്ടിഫിക്കറ്റ്സ്, ഓരോ എയർക്രാഫ്റ്റിനും ടൈപ്പ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അതെല്ലാം ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഒരുപാട് ടെസ്റ്റുകൾ പാസ് ചെയ്തതിന് ശേഷം മാത്രമേ പറ്റൂ. അപ്പോൾ ഒരിക്കലും എയർക്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ നമുക്ക് ബോയിങ്ങിനെ തീർത്തും ഇതിൽ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ട്. കാരണം വർഷങ്ങളുടെ ഒരു എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് എക്സ്പീരിയൻസ് ഉള്ള ബോയിങ് പോലുള്ള കമ്പനി ഈ ഒരു ഇൻസിഡന്റിൽ നമുക്ക് ഒരിക്കലും ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവഡ് ആയിരിക്കാം. ഈവൻ ദോ ദ എൻവയോൺമെന്റൽ കണ്ടീഷൻ ഓൾസോ ഇതിൽ നമുക്ക് ഇൻവോൾവഡ് ആണെന്ന് പറയാം. നമുക്ക് അത്രമാത്രം ഹ്യൂമിഡിറ്റി, ഹോട്ട് ഒരു സന്ദർഭത്തിൽ എയർക്രാഫ്റ്റിന് എയർ സെക്ഷനിൽ ഉണ്ടാകുന്ന ഡിഫിക്കൽറ്റി നമുക്കിതിന് പറയാൻ പറ്റും. ചിലപ്പോൾ രണ്ട് എയർക്രാഫ്റ്റിന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ രണ്ടും ഒരുമിച്ച് സ്റ്റാളാവാൻ ഒരിക്കലും ചാൻസ് ഇല്ല. പക്ഷെ അതിൽ ഈ പറഞ്ഞ എൻവയോൺമെന്റൽ കണ്ടീഷൻ ഇൻവോൾവഡ് ആണെങ്കിൽ നമുക്ക് ആ ഒരു സാധ്യതയും ഒരിക്കലും തള്ളി കളയാൻ പറ്റത്തില്ല. വാട്ട് അബൌട്ട് ദ റൺവേ? ലൈക്ക് അപ്പം അഹമ്മദാബാദും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എയർപോർട്ടിന്റെ റൺവേന്റെ ചെക്കിംഗ് എങ്ങനെയാണ്? റൺവേയുടെ കേസിൽ നമുക്ക് റീസെന്റ് കോഴിക്കോട് 2020 നടന്ന ആക്സിഡന്റിന്റെ കേസിൽ റൺവേ ഒരു മെയിൻ ഫാക്ടേഴ്സാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടേബിൾ ടോപ്പ് റൺവേ ആണ് നിലവിൽ യൂസ് ചെയ്യും. അപ്പൊ ഈ മംഗലാപുരം, മാംഗ്ലൂർ, കാലിക്കറ്റ് പോലുള്ള എയർപോർട്ടുകളിൽ ടേബിൾ ടോപ്പ് റൺവേയിൽ നമുക്ക് ലാൻഡിങ്ങിന്റെ സമയത്തോ അല്ലെങ്കിൽ ടേക്ക് ഓഫിന്റെ സമയത്തോ എവിടെങ്കിലും ഒരു ചെറിയ മിസ്ലീഡിങ് ഉണ്ടായാൽ പോലും നമുക്ക് എയർക്രാഫ്റ്റ് ഇൻ കൺട്രോൾ നമുക്ക് എവിടെയും ജസ്റ്റ് ബെല്ലി ലാൻഡ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു കണ്ടീഷനില്ല. കാരണം റൺവേ എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് അഗാധമായ ഒരു ഡീപ്പായിട്ടുള്ള ഒരു എക്സ്കർഷൻ ഉണ്ടാവും. ആ ഒരു സമയത്ത് എയർക്രാഫ്റ്റ് ഇൻ കൺട്രോൾ ആണെങ്കിൽ പോലും ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇതിലേക്ക് കുഴിയിലേക്ക് എത്തുമ്പോൾ എയർക്രാഫ്റ്റിനെ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ക്രാഷ് ആണ് അല്ലെങ്കിൽ ക്രാഷ് ആകും എന്നുള്ളൊരു കണ്ടീഷനാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ജസ്റ്റ് റൺവേ സ്ട്രെയിറ്റ് ആയിരിക്കും. റൺവേ എൻഡ് ചെയ്യുന്ന ഭാഗത്തും സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും കൊക്ക പോലെ കുഴികളായിരിക്കും. അതിനെയാണ് നമുക്ക് ടേബിൾ ടോപ്പ് റൺവേ എന്നുള്ളത്. ഈ ക്രാഷ് ആവാൻ പോകുന്ന സമയത്ത് പൈലറ്റ് നോസ് അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ പോലും ക്യാപ്റ്റന് ഒരിക്കൽ ഈ ഒരു കണ്ടീഷനിൽ ടേക്ക് ഓഫിന്റെ സമയത്ത് ഓൾറെഡി നമ്മളെല്ലാവരും അതിന്റെ ആ ഒരു പ്രിപ്പറേഷനിലായിരിക്കും. ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ഒബിയസ്ലി അവരും അതിനുള്ളൊരു പ്രിപ്പറേഷനിലാണ്, ടേക്ക് ഓഫിന്റെ പ്രിപ്പറേഷനിലാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കണ്ടീഷൻ എയർക്രാഫ്റ്റിൽ വന്ന് നമുക്ക് ഒരിക്കലും ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, ലിഫ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ ഉറപ്പായിട്ടും ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും അവർ പാനിക് ആയിട്ടുണ്ടാവും. പക്ഷേ അവര് ആ ഒരു പാനിക്ക് ഒരിക്കലും അവരുടെ കൺട്രോൾസിൽ കാണിക്കത്തില്ല. തീർച്ചയായിട്ടും അവർ അവരുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടാവും, എയർക്രാഫ്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മെക്കാനിസം അല്ലെങ്കിൽ സിസ്റ്റം അവർക്കെതിരായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ അവർക്ക് പിന്നീടൊന്നും ചെയ്യാനില്ല. അവർ മേഡേ കോൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എയർക്രാഫ്റ്റ് ക്രാഷ് ആയി. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇല്ല നമുക്ക് പെട്ടെന്നുള്ളൊരു രീതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഇൻ ഫ്ലൈറ്റിലാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ രണ്ട് ഫേസുകൾ, ലാൻഡിങ് ടേക്ക് ഓഫ് ഫേസുകൾ
വെരി ക്രിട്ടിക്കലാണ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഇല്ല. നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ Yeah. പാസഞ്ചേഴ്സിനോട് ക്രൂ എല്ലാവരും പറയും എല്ലാ Ah, വിൻഡോസും ഓപ്പൺ ചെയ്ത് വെക്കുക, yeah. സീറ്റ് ബെൽറ്റ് ടൈ ചെയ്യുക, നമ്മുടെ സീറ്റുകൾ റിക്ലൈൻ ചെയ്ത് നോർമൽ പൊസിഷനിൽ വെക്കുക. അത് ഈ ഒരു ഫേസിനെ അവര് അത്രമാത്രം കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനുള്ള ഒരു തെളിവാണ്. ഈവൻ ലാൻഡിംഗ് ആണെങ്കിൽ പോലും ടേക്ക് ഓഫ് ആണെങ്കിൽ പോലും ഈ രണ്ട് ഫേസിലാണ് എയർക്രാഫ്റ്റുകളിൽ കൂടുതൽ അപകടങ്ങൾ ജനറേറ്റ് ആയിട്ടുള്ളത്. അതാണ് അത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നത്. അതെ അതെ, അതാണ് നമുക്ക് ഇവൻ അത്രയും ഒരു ഡീപ്പായിട്ട് അവര് ടർബുലൻസ് ഉണ്ടെങ്കിൽ, ടർബുലൻസ് ഉണ്ടാവുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. നമ്മള് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടർബുലൻസ് വന്നാൽ തന്നെ. അപ്പം ടേക്ക് ഓഫും അതുപോലെ തന്നെ ലാൻഡിങ്ങും ആണ് പക്ഷെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ്, അതിൽ റിസ്ക്. ഏറ്റവും കൂടുതൽ അതെ. റിസ്ക് ആയിട്ടുള്ള ഒരു ഫേസ് ഓഫ് ഫ്ലൈറ്റ്. ബാക്കിയുള്ള ഇപ്പം നമുക്ക് ഈ ഒരു ഹൈഡ്രോളിക് ഫെയിലിയർ നമുക്ക് ഇൻ ഫ്ലൈറ്റിലാണെങ്കിൽ ക്യാപ്റ്റൻ അതിനുള്ള സമയമുണ്ട്, ആക്ട് ചെയ്യാനുള്ള സമയമുണ്ട്. ഈ പറഞ്ഞ പോലെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസും ക്യാപ്റ്റന് സ്വീകരിക്കാം. ആ, ഈവൻ ഈ എയർക്രാഫ്റ്റുകൾ റാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും അവൈലബിൾ ആണ്. റാറ്റ് എന്ന് പറയും റാം എയർ ടർബൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇൻ കേസ് ടോട്ടൽ പവർ ഫെയിലിയർ ആണെങ്കിൽ ഈ റാറ്റ് ജനറേറ്റ് ചെയ്ത് അവർക്ക് ജസ്റ്റ് കൺട്രോൾ സർഫസുകൾ മൂവ് ചെയ്യിപ്പിക്കാനുള്ള പവർ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. എല്ലാ ടോട്ടൽ ഫെയിലിയർ ആയ ആ സമയത്ത് നമുക്ക് റാറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് ടൈം ഒരു വലിയ ഫാക്ടർ ആയിരുന്നു. അതുപോലെ തന്നെ എയർക്രാഫ്റ്റിന്റെ ഫേസും ഒരു വലിയ ഫാക്ടർ ആയിരുന്നു. ഓക്കെ. ഓക്കെ. ഈ ഒരു കണ്ടീഷന് ഒന്നും മറിച്ചൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു കണ്ടീഷൻ. ഈ ഇന്ത്യന്റെ ഒരു ഏവിയേഷൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഇന്റർനാഷണൽ സേഫ്റ്റി അല്ലെങ്കിൽ ബെഞ്ച് മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മറ്റുള്ള രാജ്യങ്ങളെ സേഫ്റ്റി സ്റ്റാൻഡേർഡും ഇന്ത്യയുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ, മുമ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഫീൽഡിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കണ്ടീഷനിൽ ഞാൻ പറയാം, ഇന്ത്യയുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒരുപാട് മെച്ചുവേർഡ് ആണ്. ഒരുപാട് നല്ല രീതിയിലുള്ള ഇൻസ്പെക്ഷൻസ്, ഈവൻ DGCA ഒഫീഷ്യൽസ് ആണെങ്കിലും DGCA ഓഫീസേഴ്സും അതുപോലെ എയർലൈൻ്റെ ഭാഗത്തു നിന്ന്, എയർലൈന് സെപ്പറേറ്റ് നമുക്ക് ഓരോ എയർപോർട്ടിലും ഓരോ സെക്ഷനിലും ഇൻസ്പെക്ഷൻസ് ഉണ്ട്. അത് കമ്പനിയുടെ, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ QA ടീമുണ്ട്, QA ക്വാളിറ്റി അഷുറൻസ് ടീമുണ്ട്. അവർ നമ്മളെ ഓരോ എയർലൈനും ഓരോ പീരീഡ് വെച്ചിട്ടുണ്ട്. ആ പീരീഡ് വൈസ് അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്യും. ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെ ഫോൾട്ട് ഉണ്ട് ആ ഫോൾട്ട് എല്ലാം അവർ ഡിനോട്ട് ചെയ്യും. ആ ഡിനോട്ട് ചെയ്ത ഫോൾട്ടുകൾ വിത്തിൻ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് അവർ നമുക്ക് ടൈം തരും. അതിന്റെ റെക്ടിഫിക്കേഷൻ നമ്മൾ അവർക്ക് അത് സബ്മിറ്റ് ചെയ്യുകയും വേണം. അതിനുശേഷം DGCA എന്ന് പറയുമ്പോൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, DGCയുടെ ഇൻസ്പെക്ഷൻസ് ഉണ്ട്. ഇൻസ്പെക്ഷൻസ് എല്ലാ കാറ്റഗറി ഓഫ്, ഇപ്പൊ നമ്മുടെ എയർലൈനിൽ മാത്രമല്ല, ഈവൻ ദോ ഒരു ചെറിയ ഏവിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു ഫേമിലാണെങ്കിലും DGCയുടെ ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. ഈവൻ ട്രെയിനിങ് സ്കൂളിൽ പോലും DGCയുടെ ഇൻസ്പെക്ഷൻസ് ഉണ്ട്. നമ്മൾക്ക് ഒരു ട്രെയിനിങ് തരുന്ന സ്കൂളുകളാണെങ്കിലും കോളേജ് ആണെങ്കിൽ പോലും അവർ ഇൻസ്പെക്ഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം ചെയ്യുന്നത് പ്രോപ്പർ സ്റ്റാൻഡേർഡിലാണോ എന്നുള്ള DGCയുടെ ഇൻസ്പെക്ഷൻസ് ഉണ്ട്. അവരത് ഇൻസ്പെക്ഷന് മുമ്പ് അറിയിച്ചിട്ട് വരാം, അതല്ല സ്പോട്ട് ഇൻസ്പെക്ഷൻസ് ഉണ്ട്, അറിയിക്കാതെയും വരാം. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നല്ല രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തൽ അതിൽ നിന്ന് നടക്കുന്നുണ്ട്. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അവർ തരുന്ന റിപ്പോർട്ടുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പാലിച്ച് വിത്തിൻ എ ടൈം ഓഫ് സ്പാൻ നമ്മൾ അതിന്റെ റിപ്പോർട്ട് തിരിച്ച് സമർപ്പിക്കുകയും വേണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ആക്സിഡന്റ് നടന്ന എയർക്രാഫ്റ്റിന്റെ ഫുൾ ചരിത്രം അല്ലെങ്കിൽ ഫുൾ ഹിസ്റ്ററി ഇതെല്ലാം എയർലൈൻ്റെ പക്കലും DGCയുടെ പക്കലും അതുണ്ട്. ഇത് ചെറിയ ഇൻസിഡന്റ് ആണെങ്കിൽ പോലും ആർക്കും ഒരു ഹാനികരമല്ലാത്ത പ്രശ്നം ഉണ്ടായാലും ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് സൂക്ഷിക്കും. അപ്പം ഈ ഒരു ക്രാഷ് നടന്ന സ്ഥലത്തുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയായിരുന്നു, പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? എയർപോർട്ടിന്റെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ എക്യുപ്ഡ് ആണോ അല്ലെങ്കിൽ തയ്യാറാണോ ഇങ്ങനെ ഒരു ക്രാഷ് ഉണ്ടായിട്ട്? ഈ എയർപോർട്ടിൽ ഞാൻ ഈ എയർപോർട്ടിൽ ഡയറക്റ്റ് പോയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് നമുക്കതിനെ പൂർണ്ണമായിട്ടും ആ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും എയർപോർട്ടിനെ കുറിച്ച് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബേസ് നമുക്ക് കണ്ടെന്നുള്ള പരിചയമേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരിക്കലും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിന്റെ കാര്യത്തിൽ ഒരിക്കലും BCAS പോലുള്ള നമുക്ക് BCAS ഉണ്ട്, അതേപോലെ DGCA ഉണ്ട്. അങ്ങനെ ഒരു കാരണവശാലും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൽ കോംപ്രമൈസ് ചെയ്തില്ല. ഈവൻ ദോ എയർക്രാഫ്റ്റ് റൺവേ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ ടേക്ക് ഓഫിന് ശേഷവും ഓരോ ലാൻഡിങ്ങിന് ശേഷവും റൺവേ ഇൻസ്പെക്ഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യും. ഓരോ എയർപോർട്ട് റൺവേ ഇൻസ്പെക്ഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യും. നമുക്ക് ഇപ്പം ലാൻഡ് ചെയ്ത എയർക്രാഫ്റ്റിലെ
ലാൻഡിങ്ങിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലം റൺവേയിൽ വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലംസ് റൺവേയിൽ വന്നിട്ടുണ്ടോ, അതുപോലുള്ള എല്ലാ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് എയർപോർട്ട് അല്ലെങ്കിൽ ATC ഈ ഒരു എയർപോർട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് സജ്ജമായിരിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു രീതിയിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. എയർപ്ലെയിനിന്റെ തന്നെ നമ്മൾ എന്തെങ്കിലും ജീവനക്കാരുണ്ടാവുമല്ലോ, അപ്പം അവര് വന്നിട്ട് ഈ കംപ്ലൈൻസ് അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതല്ലാതെ എന്തെങ്കിലും സോർട്ട് ഔട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ടോ? ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രെയിനിങ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ പോലും നമുക്ക് ഈ എയർക്രാഫ്റ്റിന്റെ പ്രവർത്തനത്തിലെല്ലാം റെക്കോർഡിക്കലി സേവ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇറർ ക്യാപ്റ്റൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇറർ നമ്മൾ എങ്ങനെയാണ് ട്രബിൾ ഷൂട്ട് ചെയ്തത്, അതിന് നമ്മൾ എന്തൊക്കെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തു, എയർക്രാഫ്റ്റിന്റെ എല്ലാ എക്യുപ്മെന്റ്സിനും അതേപോലെ എല്ലാ പാർട്സിനും പാർട്സ് നമ്പേഴ്സ് ഉണ്ട്. പാർട്സ് നമ്പേഴ്സ്. അപ്പം നമ്മളിപ്പോ കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കുന്ന സ്ക്രൂസ് ആണ്, ഒരേപോലെ ഇരിക്കുന്ന വാഷേഴ്സ് കാണും എല്ലാം. പക്ഷെ അവിടെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ മെറ്റീരിയൽസ് വേറെ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ടൈറ്റാനിയം യൂസ് ചെയ്തിരിക്കുന്നത്, ചിലപ്പോൾ അലൂമിനിയം യൂസ് ചെയ്തേക്കാം. അതേപോലെ പല ഏരിയകളിലും അവിടുത്തെ സ്ട്രെസ്, ടെമ്പറേച്ചർ ഇങ്ങനെ കണ്ടീഷൻസ് ഒക്കെ നോക്കി വ്യത്യസ്തമായ മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ കാഴ്ചയിൽ അത് ഒരേപോലെ തോന്നുന്നു എന്ന് കണ്ട് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു ഫോൾട്ട് വരാതിരിക്കാനാണ് പണ്ട് മുതലേ നമുക്ക് ഓരോ എക്യുപ്മെന്റ്സിനും പാർട്സ് നമ്പേഴ്സ് ഉള്ളത്. അങ്ങനെ ആ പാർട്സ് നമ്പേഴ്സ് മാച്ചായി ഞാനിപ്പോൾ ഒരു എക്യുപ്മെന്റ് എയർക്രാഫ്റ്റിന് മാറ്റി കഴിഞ്ഞാൽ ഞാൻ ആ എക്യുപ്മെന്റ് ഏത് കോമ്പോണന്റ് ആണോ മാറ്റുന്നത്, ആ മാറ്റുന്ന കോമ്പോണന്റ് പാർട്ട് നമ്പേഴ്സ്, അതിന്റെ സീരിയൽ നമ്പർ ഞാൻ റെക്കോർഡിക്കലി അത് എഴുതി നമ്മൾ സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ തിരിച്ച് അതിന് റീപ്ലേസ് ചെയ്ത് വെക്കുന്ന ഏത് കോമ്പോണന്റ് ആണോ ആ കോമ്പോണന്റ് പാർട്സ് നമ്പർ, അതേപോലെ അതിന്റെ സീരിയൽ നമ്പർ. ചില എക്യുപ്മെന്റ്സ് ഹൈലി ക്രിട്ടിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന് ബാച്ച് നമ്പറും സീരിയൽ നമ്പറും വരും. ഈ 3 കാര്യങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്തത് നോട്ട് ചെയ്ത് വെക്കും. ഒരിക്കലും വേറെ ഒരു ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഒരിക്കലും എക്യുപ്മെന്റ് വന്നു മാറ്റുന്നു, ദാറ്റ്സ് ഇറ്റ്. ഇതേപോലുള്ള കാര്യങ്ങളൊന്നും റെക്കോർഡുകൾ ചെയ്യത്തില്ല. പക്ഷേ എയർക്രാഫ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതെല്ലാം റെക്കോർഡിക്കലാണ്. ഈ ക്രാഷായ എയർക്രാഫ്റ്റിന്റെ ഏത് എക്യുപ്മെന്റ് മാറ്റിയിട്ടുണ്ടോ ആ എക്യുപ്മെന്റ് എല്ലാം റെക്കോർഡിക്കലി സേവ്ഡ് ആണ്. ഓക്കെ. ഇപ്പം ഇങ്ങനൊരു ഇൻസിഡന്റും കൂടി നടന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ടൊരു ഫോബിയ വന്നിട്ടുണ്ടാവും. ലൈക്ക് യുനോ ഈ ഒരു എങ്ങനെയായിരിക്കും ഇനിയുള്ള യാത്രകൾ എന്നുള്ളത്. അപ്പം അവരോട് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ഒരു വാഹനം അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യേണ്ട ഒരു മീഡിയം എന്നുള്ള രീതിയിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു മീഡിയമാണ് എയർപ്ലെയിൻ. എയർപ്ലെയിനിലെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം ഓരോന്നിനും ഓരോ ബാക്കപ്പ് ഉണ്ട്. എല്ലാ എക്യുപ്മെന്റ്സും വർക്ക് ചെയ്തില്ലെങ്കിൽ അതിന് ശേഷം എന്തെന്നുള്ളൊരു ബാക്കപ്പ് ഉണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വായുവിലൂടെയാണ് സഞ്ചരിക്കുന്നത്, എയറിലൂടെയാണ് സഞ്ചരിക്കുന്നത്, വിത്തൗട്ട് എ സെൽഫ് ബാലൻസ്. നമ്മൾ വാഹനം ഓടിക്കുന്നു, കാർ ഓടിക്കുന്ന ഒരാൾക്ക് കാർ ഓടിക്കുമ്പോൾ ഇടിക്കുക എന്നുള്ളൊരു പ്രൊസീജിയറുള്ളൂ. അല്ലാതെ കാറിനെ സ്വയം നമുക്ക് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്കൂട്ടറിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന പോലെ കാറിനെ നമുക്ക് സ്വയം ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിമാനത്തിൽ ഒരുപാട് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പക്ഷെ വിമാനം പറക്കുന്നത് എയറിലൂടെയാണ്, വിത്തൗട്ട് എനി ബാലൻസ്. വിമാനം സ്വയം ബാലൻസ് ചെയ്താണ് പറക്കുന്നത്. പക്ഷെ ഒരിക്കലും ഇത് തുടർക്കഥയാകാൻ പോകുന്നില്ല. ഒരിക്കലും ഇന്ത്യൻ ഏവിയേഷനോ അല്ലെങ്കിൽ ഏവിയേഷനിലോ ഒരു നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു ലോസ് ഈ ഒരു ആക്സിഡന്റ് കൊണ്ടുണ്ടാകാനില്ല. ഇത് റയറസ്റ്റ് കേസിൽ ഉണ്ടായേക്കുന്ന ഒരു ആക്സിഡന്റാണ്. ഇത് മുഖാന്തരം ഒരിക്കലും ഏവിയേഷൻ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ട്രാവൽസ് ചെയ്യാൻ ആളുകൾ മടിക്കുകയോ ചെയ്യത്തില്ല. കാരണം എപ്പോഴും ഡിമാൻഡ് ഉള്ളൊരു ഫീച്ചറാണ് എയർലൈനും ഏവിയേഷനും എപ്പോഴും. എല്ലാ തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനിലും ഉണ്ടാവുമല്ലോ. യെസ്, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞത് ഇത് നോട്ടീസബിൾ ആണ്. നമ്മുടെ ലോകത്ത് പലയിടത്തും ഓരോ ദിവസവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കെനിയയിൽ ബസ് ആക്സിഡന്റ് ഉണ്ടായി, ഒരുപാട് പേര് മരിച്ചുപോയി. പക്ഷെ ഇതൊന്നും അത്ര മീഡിയ പബ്ലിസിറ്റിയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്കോ എത്തിയില്ല. പക്ഷേ ഒരു എയർ ക്രാഷ് ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും അതിനെ അറ്റൻഷൻ ചെയ്യും, അതിലെ ഇൻവെസ്റ്റിഗേഷനിൽ അറ്റൻഷൻ ചെയ്യും. അതൊരു ഉറപ്പായിട്ടും അത് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സേഫ്റ്റി സ്റ്റാൻഡേർഡും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിട്ടാണ് ഓരോ എയർലൈനും ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നത്. അതിലൊരിക്കലും ഒരു എയർലൈനും വിട്ടുവീഴ്ച ചെയ്യില്ല. ഒരു ക്രാഷ് നടന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഒരു നമുക്ക് അതിന്റെ ഒരു ഡെബ്രിസും കിട്ടുന്നില്ല. ആളുകളുടെ മരണം എന്ന് പറയുന്നത് 242 241 ആണ് പറഞ്ഞത്. പിന്നെ അവിടെയുള്ള ആളുകളും മരിച്ചു എന്ന് പറഞ്ഞു.
സോ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ലൈക്ക് ആ ക്രാഷ് ആയി കഴിഞ്ഞാൽ അത്രയും എക്സ്പ്ലോസീവ് ആയിട്ട് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? നമുക്ക് ഇവിടെ ഇന്നലത്തെ ആക്സിഡന്റിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തത് ഈ ഫേസ് എയർക്രാഫ്റ്റിന്റെ ടേക്ക് ഓഫ് ഫേസിലാണ് ആക്സിഡന്റ് നടന്നേക്കുന്നത്. അത് മാത്രമല്ല, ഫ്യൂയൽ കപ്പാസിറ്റി, എയർക്രാഫ്റ്റിന്റെ ഫ്യൂയൽ ഏകദേശം 9 മണിക്കൂറോളം, എക്സാക്ട്ലി ഒരു 9-9.5 മണിക്കൂറോളം ടേക്ക് ഓഫ് ചെയ്ത് പറക്കാനുള്ള ഫ്യൂയലിനെ എയർക്രാഫ്റ്റ് ക്യാരി ചെയ്തിരുന്നു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു എസ്കേപ്പ് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഏരിയയിലല്ല എയർക്രാഫ്റ്റ് ക്രാഷ് ആയത്. അതിൽ നിന്നും ജസ്റ്റ് ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അത് അയാൾ എയർക്രാഫ്റ്റ് ക്രാക്ക് ആയതിനു ശേഷം, അല്ലെ എമർജൻസി എക്സിറ്റിനോട് ചേർന്നിരുന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റിയത്. അപ്പം ഇവിടത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ടേക്ക് ഓഫിന്റെ ഫേസിൽ എല്ലാവരും സീറ്റ് ബെൽറ്റ് ടൈറ്റ് ആക്കി ഇരിക്കുന്ന ഒരു സന്ദർഭം. ഒരിക്കലും അവർ വിചാരിക്കുന്നില്ല ഇത് എയർക്രാഫ്റ്റ് ക്രാഷ് ആകും എന്നുള്ളൊരു കണ്ടീഷൻ ഒരിക്കലും ഉണ്ടാകും. യെസ്, ഈ ക്രാഷ് ആയ സമയത്ത് ഒബ്വിയസ്ലി സ്പാർക്ക് ഉണ്ടായി അത് വലിയൊരു തീഗോളമായി മാറും. അതിൽ നിന്നും ഈ ഒരാൾ രക്ഷപ്പെട്ടു എന്നതിലുള്ളത് നമുക്ക് തീർത്തും ഒരു അത്ഭുതമാണ്. അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് തീർത്തും അത്ഭുതം തന്നെയാണ്. കാരണം ആ ഒരു ക്രാഷ് ഉണ്ടായ എയർക്രാഫ്റ്റ് വിത്തിൻ സെക്കൻഡ് ഫുള്ളി ബേൺ ആയി മാറുകയാണ്. അതിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നല്ലൊരു ഭാഗ്യം അതിൽ നമുക്ക് പറഞ്ഞേ പറ്റും. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിലാണെങ്കിൽ കുറച്ചു നേരം ഒരു ബെല്ലി സ്ലൈഡ് ഉണ്ടായാൽ പോലും നമുക്ക് രക്ഷപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഇവിടെ ഒരു സ്ലൈഡ് പോലും ഉണ്ടായിട്ടില്ല. എയർക്രാഫ്റ്റ് ജസ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുന്ന പോലെ തന്നെ ക്രാഷ് ആവുകയായിരുന്നു. അപ്പൊ അതിൽ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ സർവൈവേഴ്സ് ഉണ്ടാകുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട്. Okay, sir. Thank you so much. That was such an insightful conversation. Okay, thank you. Okay. Thank you and have a nice day. Bye.